ഗുഡ് മോർണിംഗ്. നമ്മള് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീർന്ന ഒരു മട്ടാണ്. 90% അത് തീർന്നു. CBSE കുട്ടികൾക്ക് മാത്രമേ ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒരു രണ്ട് ഡയഗ്രം വരച്ച് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ് സിലബസിലെ കാര്യങ്ങൾ സെറ്റ്സ് തീരാണ്. സെറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്ന് നോക്കാം. എന്തൊക്കെയാണ് സെറ്റ്സിൽ നമ്മൾ പറഞ്ഞത്? പവിത്ര KP ഒന്ന് പറയാമോ? പവിത്ര, ഈ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി ഒരു ഡയഗ്രം മാത്രം വരച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് മോളൊന്ന് പറഞ്ഞേ. സെറ്റിന്റെ ഡെഫിനിഷൻ നമുക്ക് രണ്ടു കൂട്ടർക്കും പറഞ്ഞു നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പവിത്ര റെഡി ആവാം. നമ്മൾ ആദ്യം തുടങ്ങിയത് സെറ്റ്സ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ആരാണ് മോളെ സെറ്റ് തിയറി കണ്ടുപിടിച്ച കോൺട്രിബ്യൂഷൻ നൽകിയ മാത്തമാറ്റീഷ്യൻ ആരായിരുന്നു? പവിത്ര, ആരാണ് സെറ്റ് തിയറി കോൺട്രിബ്യൂഷൻ നൽകിയ മാത്തമാറ്റീഷ്യൻ? ശരിയാണ്, ശരി ഉത്തരമാണ്. ജോർജ് കാൻഡർ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ് സെറ്റ് തിയറിക്ക് വേണ്ടി കോൺട്രിബ്യൂഷൻ നൽകിയതെന്ന് നമ്മൾ പറഞ്ഞു, പഠിപ്പിച്ചായിരുന്നു. അപ്പൊ അത് ഞാനത് എടുത്തപ്പോ പറഞ്ഞായിരുന്നു, ഒരു കാരണവശാലും മറന്നു പോകരുത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർമ്മയിൽ ഉണ്ടാവണം. ജർമ്മൻ മാത്തമാറ്റീഷ്യനാണ് അല്ലെ? ജർമ്മൻ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അടക്കം നമ്മൾ പറഞ്ഞായിരുന്നു. 1845 കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. 1918 അദ്ദേഹം മരിച്ചത്. അതിനുശേഷം നമ്മൾ പറയുന്നത് എന്തൊക്കെയായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. Z എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ആണെന്ന് പറഞ്ഞു. Q എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ ഫംഗ്ഷൻ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. Z+ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ റോസ്റ്റർ ഫോമിനെ കുറിച്ച് പറഞ്ഞു. ആ റോസ്റ്റർ ഫോം എന്താണ്? റോസ്റ്റർ ഫോം ഐഷ? Every set in the element which are separated by commas. ഓക്കെ, എക്സലന്റ്, ശരിയായ ഉത്തരമാണ്. നമ്പേഴ്സിനെ ബ്രാക്കറ്റ്സിനകത്ത് കോമ തിരിച്ച് പറയുന്നതിനെ നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു. ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഈ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് ബിൽഡർ, കുറച്ച് കുട്ടികൾ പുതുതായി ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പിന്നീട് പറഞ്ഞുതരാം. സെറ്റ് ബിൽഡർ ഫോം എന്തായിരിക്കും? ചിന്മയി, in set builder form, all the elements of a set possess a single common property which is not possessed by any element outside the set. Okay, good. അതായത് നമുക്കൊരു റോസ്റ്റർ ഫോമിൽ തരുമ്പോ അതിനൊരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും അല്ലെ? ഒരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ആ കോമൺ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, A = സെറ്റ് 1 2 3 4 5 ആണെങ്കിൽ A = സെറ്റ് X such that X. ആ 1 2 3 4 5 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്. നമുക്ക് നല്ല നിശ്ചയമുണ്ട് അല്ലെ? നാച്ചുറൽ നമ്പർ ആണ് 1 2 3 4 5. ഒന്നുകിൽ നമ്മൾ എഴുതും 6ൽ താഴെയുള്ള അല്ലെ ബിലോ 6 ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ എന്ന് എഴുതും, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 5 or equal to എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും അല്ലെ? 5 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആ 5 കൂടി ഇൻക്ലൂഡഡ് ആകാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിനെ കൈകാര്യം ചെയ്യും. അത് എങ്ങനെ വേണമെങ്കിലും നമ്മൾ എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് ബിൽഡർ ഫോമിനകത്ത് A എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് എന്താണോ തന്നിരിക്കുന്നത് എന്ന് നല്ല രീതിയിൽ നമ്മൾ നിരീക്ഷിച്ചിട്ട് അതിനുശേഷം നമ്മൾ അതിന്റെ ഒരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി എഴുതുന്നതാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് എന്താണ്? എംപ്റ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ അഭിനവ് a set that contains no elements, usually denoted by Greek letter phi. Okay, good, excellent. സെറ്റിനകത്ത് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ ബിറ്റ്വീൻ 2 and 3 ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനെ എംപ്റ്റി സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ് എന്നാണ് പറയാം. വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ്. അത് എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യാറ്? അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മൾ അതിന്റെ സിമ്പല്. ഓർ ഫൈ ഇങ്ങനെയും പറയാറുണ്ട് അല്ലെ? ഫൈ എന്ന് പറയാറുണ്ട്. ഇതാണ് നൾ സെറ്റ് എന്ന് പറയുന്നത്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനകത്ത് ഒരൊറ്റ എലമെന്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇനി ഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്. ഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഫിനിറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്
എന്താണ് ഫിനിറ്റ് സെറ്റ്? Finite set is a set that contains definite number of elements ഓക്കെ and have an ending element. In infinite set, there is no specific number of elements. ഓക്കെ ഗുഡ്. അപ്പൊ ഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഏകൽ സെറ്റ് 1 2 3 എന്ന് പറയും. ഇതൊരു ഫിനിറ്റ് സെറ്റ് ആണ്. ഏകൽ സെറ്റ് 1 2 3 ഇതൊരു ഫിനിറ്റ് സെറ്റ് ആണ്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫിനിറ്റ് സെറ്റ് ആണ്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ b equal to 1 3 etc. 1 2 3 etc. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് a equal to ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ, ഞാൻ മറന്നുപോയല്ലോ. ആ നമ്പർ ഓഫ് എ വിളിക്കുന്ന പേര് ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. ജിസ്മി, ഞാൻ മറന്നുപോയി നമ്പർ ഓഫ് എ വിളിക്കുന്ന പേര്. കാർഡിനാലിറ്റി. ഓക്കെ, വെരി ഗുഡ്. കാർഡിനാലിറ്റി കറക്റ്റ് ആൻസർ ആണ്. നമ്പർ ഓഫ് എ ഈക്വൽ ടു 3 എന്ന് പറയാം. നമുക്ക് ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ഇല്ല, നമ്മൾ അത് കൂടുതലായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. ഇനി അശ്വന്ത് ആണ് പറയേണ്ടത് ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലന്റ് സെറ്റ്സിന്റെ ഡിഫറൻസ്. എന്താണ് ഇക്വാലന്റ് സെറ്റ്? ടെക്സ്റ്റിനകത്ത് ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ അത് എന്തൊക്കെയാണ് എന്നൊന്നും പറഞ്ഞു. ഈക്വൽ സെറ്റ്സ്, അതുപോലെ ഇക്വാലന്റ് സെറ്റ്സ്, ഇക്വാലന്റ് സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലന്റ് സെറ്റ്സ് ഒന്ന് പറയാം. Equal sets, two sets A and B are said to be equal if they have exact the same element. Okay, good. Equivalent. പറഞ്ഞോളൂ. ഇക്വാലന്റ്. യൂസ് യുവർ കോമൺ സെൻസ്. ഈക്വൽ സെറ്റ് A set which has the same number of element is called equivalent set. ഓക്കെ ഓക്കെ. സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റേറ്റ് സിലബസിന്റെ പോർഷൻ കഴിഞ്ഞു. CBSE കുറച്ചുകൂടി എടുക്കാറുണ്ട് CBSE-കാര്. അപ്പൊ നിങ്ങൾക്കത് ഞാൻ പ്രത്യേക ടൈമിൽ എടുത്തുതരാം കേട്ടോ. ക്ലാസ് കിട്ടാത്ത കുട്ടികള് സമ്മർദ്ദത്തിലൊന്നും വേണ്ട, സുഖമായിട്ട് ക്ലാസ് പറഞ്ഞുതരാം. അത്ര വലിയ ഭീകര ചാപ്റ്റർ ഒന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇപ്പൊ നമ്മൾ ഡിസ്കഷൻ വെച്ചത് ഇതായിരുന്നു. അശ്വന്ത് വേണുവാണ് പറഞ്ഞത് ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ ശ്രദ്ധിക്കാം, ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ A equal to സെറ്റ് 1 2 3 4, B equal to സെറ്റ് 4 2 1 3. അതായത് എയിലുള്ള എല്ലാ ആളുകളും ബിയിലുണ്ടാവണം, നിർബന്ധ ഈക്വൽ സെറ്റ്സിന്. പുതിയ ആൾക്കാർ വരാൻ പാടില്ല. നമ്പർ ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് ബി തന്നെയാണ്. അപ്പൊ എലമെന്റ്സിന്റെ പ്രത്യേകത നോക്കും. 1 2 3 4 ഇതിന് റിവേഴ്സ് ഓർഡറിൽ വന്നേക്കാണ്. ബി റിവേഴ്സ് അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വരാം. ബി ഈക്വൽ ടു എയിലുള്ള ആൾക്കാരും ബിയിലുണ്ടാവാം, എങ്കിൽ അത് ഈക്വൽ സെറ്റ്സ് എന്ന് പറയാം. ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കാർഡിനാലിറ്റി സെയിം ആയാണ്, എന്ത് വേണമെങ്കിലും വരാം. ഇപ്പൊ എ ഈക്വൽ ടു 1 2 3 4 5. ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ B equal to 11 12 13 20 100. കണ്ട കാർഡിനാലിറ്റി. നമ്പർ ഓഫ് എ 5 ആണ്, നമ്പർ ഓഫ് ബി 5 ആണ്. കാർഡിനാലിറ്റി സെയിം ആയാൽ മാത്രം മതി. കാർഡിനാലിറ്റി സെയിം ആയാൽ മാത്രം മതി. കണ്ട ആ ഡിഫറൻസ് ഒന്ന് നോക്കൂ. ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലന്റ് സെറ്റ്സ്, ഇവിടെയും 5 എലമെന്റ്സ് ഉണ്ട്, ഇവിടെയും 5 എലമെന്റ്സ് ഉണ്ട്. ബട്ട് എയിലും ബിയിലെ ആളുകളുടെ ആ മെമ്പേഴ്സിന് ഡിഫറൻസ് ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അവരെ ഇക്വാലന്റ് സെറ്റ്സ് എന്ന് പറയും. ഇത് നമുക്ക് പഠിക്കാനില്ലാട്ടാണ്, ഞാൻ ചുമ്മാ കാണിച്ചെന്നുള്ളൂ, നിങ്ങളോട് സ്നേഹം കൊണ്ട് കാണിച്ചെന്നുള്ളൂ. ഇക്വാലന്റ് സെറ്റ് നമുക്ക് പഠിക്കാനില്ല. ഇക്വാലന്റ് സെറ്റ്സിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല, ചുമ്മാ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ഇത് ഈക്വൽ സെറ്റ്, അത് ഇക്വാലന്റ് സെറ്റ്. ക്ലിയർ? ഓക്കെ, ഇതാണ് ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലന്റ് സെറ്റ്സ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അടുത്ത സബ്സെറ്റിനെ കുറിച്ച്. സബ്സെറ്റിനെ കുറിച്ച് ആരാണ് പറയുന്നത് നമ്മളോട്? ആദിദേവ് TJ. സബ്സെറ്റ്സ് ഒന്ന് പറഞ്ഞോളൂ. ആദിദേവ് TJ, subsets. Sir, a set is said to be a subset when a set B if every element of A is also an element of B. Okay. നമുക്ക് ഒരു റൈറ്റ് ഡൗൺ ദി സബ്സെറ്റ് എന്ന് പറഞ്ഞു വന്നാൽ, സബ്സെറ്റ് കാണാനായിട്ട് റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ ഒരു ജനറൽ ഫോർമുല വരുന്നു. എന്തായിരിക്കും സബ്സെറ്റിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്നുള്ളത്? പൗർണമി, സബ്സെറ്റ് എഴുതാൻ വരുമ്പോൾ ഒരു ജനറൽ ഫോർമുല ഉണ്ട്. അപ്പൊ A equal to സെറ്റ് 1 2 ആണെങ്കിൽ അതിന്റെ സബ്സെറ്റ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഫോർമുല എന്തായിരിക്കും സബ്സെറ്റിന്റെ? 2 raised to n. വെരി ഗുഡ്. 2 raised to n ആയിരിക്കും. അപ്പൊ A equal to സെറ്റ് 1 2 അതിന്റെ സബ്സെറ്റ്സ് ഒന്ന് പറയാമോ? ഇതാൽ പ്രതി ഒന്ന് പറയാമോ? ഇതാൽ പറഞ്ഞോളെ. ഇതിന്റെ സബ്സെറ്റ് എഴുതാനാണ് ഞാൻ പറയുന്നത്. A equal to സെറ്റ് 1 2 അതിന്റെ സബ്സെറ്റ് എഴുതാൻ. A is equal to
1, പറഞ്ഞ മോള് പറയുന്ന പോലെ തന്നെ എഴുതും. സെറ്റ് 1, 2, സെറ്റ് 2, set 1, 2, സെറ്റ് 1, 2 പറഞ്ഞോ 5. 5 ഒന്നാം സെറ്റ്. ഐഷ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണോ ഐഷ? Yes, sir. റെഡി ആണെന്നാണ് ഐഷ പറയുന്നത്. ആയിക്കോട്ടെ, ഐഷ പറഞ്ഞ പിന്നെ നമുക്ക് മാറ്റില്ലല്ലോ. റെഡി? ഓക്കെ, ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 to 5 ശരി ഉത്തരമാണ്. അപ്പൊ എല്ലാവർക്കും സബ്സെറ്റ് അറിയാം. നമ്മളിപ്പോ 3 വരെയാണെങ്കിലും നമ്മൾ പഠിച്ചു അല്ലെ. സെറ്റ് 1, 2, 3 വരെയാണെങ്കിൽ 8 അല്ലെ, 8 ആളുകളുണ്ടായിരുന്നു അല്ലെ. 8 2 raised to 3 8 elements ഉണ്ടാവും. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1, 2 ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്. അത് നിങ്ങൾക്കറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം, ശ്രദ്ധിക്കുക. ഇനി പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അനുലക്ഷ്മി? Collection of all subsets of a set, it is called a power set. Okay, correct. ഇപ്പോ ഒരു ചോദ്യം നിങ്ങളോട് തരാണ്. If A equal to 1, A equal to 1, 5. Write down the P of A എന്ന് പറഞ്ഞു. Write down the P of A. Write down the P of A വരെയാണെങ്കിൽ ഭദ്ര ഒന്ന് എങ്ങനെയാണ് പവർ സെറ്റ് എഴുതാൻ? ഭദ്ര A equal to set 1, 5 പവർ സെറ്റ് എങ്ങനെ എഴുതും? P of A is equal to set of set 1, സെറ്റ് 1 പിന്നെ സെറ്റ് 5 set 1, 5. പിന്നെ 5 അല്ലെ. കളക്ഷൻ ആണ് പറഞ്ഞത് അല്ലെ. കളക്ഷൻ ഇത് മറന്നു പോകരുത്. കളക്ഷൻ മറന്നു പോകരുത്. ശരി ഉത്തരമായിരുന്നു. വെരി ഗുഡ്. അതിനുശേഷം നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ഒക്കെ പഠിച്ചു. വെൻ ഡയഗ്രാം അല്ലെ. വെൻ ഡയഗ്രാമത്തെ കുറിച്ച് കോൺട്രിബ്യൂഷൻ നൽകിയ മാത്തമാറ്റീഷ്യന്റെ പേരെന്താണ്? വിവേക് വെൻ ഡയഗ്രാം ജോൺ വെൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? ചുമ്മാ ചോദിക്കുന്നതാണ്. ഏത് രാജ്യമായിരുന്നു ജോൺ വെൻ ഏത് രാജ്യമാണ്? ചുമ്മാ നമ്മൾ വെൻ ഡയഗ്രാമൊക്കെ വരച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹം ഏത് രാജ്യത്താണ് ജീവിച്ചിരുന്നതെന്നൊക്കെ നമുക്ക് അറിയണം. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ലൊജിഷ്യൻ ആയിരുന്നു കേട്ടോ. ജോൺ വെൻ എന്ന് പറയുന്ന ആള് ഒരു ഇംഗ്ലീഷ് ലൊജിഷ്യൻ ആയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പഠിപ്പിക്കുന്ന എപ്പോഴും ഈ കാലഘട്ടം ഞാൻ പറയും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് A+നേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. 1834 1883 കാലഘട്ടത്തിൽ ഇതിലൊന്നും വലിയ കാര്യമില്ല. പക്ഷെ ആർക്കും അറിയില്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള ഒരു അറിവ് നമ്മൾ ഉണ്ടാവും. ഇപ്പൊ വെൻ ഡയഗ്രാം നമ്മളിപ്പോ സെറ്റ് പഠിച്ചു. സെറ്റൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മളോട് ഒരു 10-30 വയസ്സ് കഴിഞ്ഞാല് നമ്മളോട് സെറ്റ് തീരുന്ന ആരും ചോദിക്കില്ല. ഇപ്പൊ എങ്ങാനും എവിടെയെങ്കിലും വെച്ചിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ നോക്കുമ്പോൾ വെൻ ഡയഗ്രാം കോൺട്രിബ്യൂഷൻ നൽകിയ മാത്തമാറ്റീഷ്യൻ എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ നേരിടേണ്ടി വരിക. അപ്പൊ നമുക്ക് പറയാൻ പറ്റണം അതൊരു ഇംഗ്ലീഷ് ലൊജിഷ്യൻ ആണ്. ജോൺ വെൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1800 കാലഘട്ടം. ഇത്രയും ഷാർപ്പായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും 1800 കാലഘട്ടത്തിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയ അവയർനെസ് നമുക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ വെറുതെ പറയുന്നതല്ല. മാത്സ് A+ മാത്രം പോരാ, നമുക്ക് ഡെപ്ത് ഉണ്ടാവണം. സബ്ജക്ട് ഡെപ്ത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് നിങ്ങൾ കൊണ്ടുവരണം. ഇനി ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് നമ്മൾ പഠിക്കേണ്ടായി. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, അതുപോലെ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഈ യൂണിയനെ കുറിച്ച് ആരാണ് പറഞ്ഞുതരാം? പാർത്ഥൻ യൂണിയനെ കുറിച്ച് ഒന്ന് പറയാമോ? യൂണിയൻ A and B be any two sets. The union of A and B is the set which consists of all the elements of A and all the elements of B. The common elements are being taken only once. Okay, excellent. പാർത്ഥൻ വീഡിയോ ഓണാക്കി. ഓക്കെ, നമ്മുടെ ജിസ്മി വീഡിയോ ഓണാക്കാത്ത എന്താ? വസുദേവ്. അപ്പോ ശ്രദ്ധിക്കാം. അപ്പോ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടി പറഞ്ഞത് കറക്റ്റ് ആണ്. പാർത്ഥൻ പറഞ്ഞത് കറക്റ്റ് ആണ്. എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എടുക്കും. പക്ഷെ റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് അല്ലെ. റിപ്പീറ്റേഷൻ നമ്മൾ എടുക്കാറില്ല. ഇനി നമ്മൾ അറിയേണ്ടത് ഇന്റർസെക്ഷനെ കുറിച്ചാണ്. പൗർണമി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? പൗർണമി ഇന്റർസെക്ഷൻ. A and B is a set of all elements which are common to both A and B. ഓക്കെ, കോമൺ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ എടുക്കുക. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകൾ 1, 2, 3. B equal to 3 ആണ്. 3, 4, 5. അപ്പൊ A ഇന്റർസെക്ഷൻ B equal to 3 എന്ന് പറയുന്നത്.
അടുത്ത ചോദ്യം അരുണിമയുടെ അരുണിമ വീഡിയോ ഓണാക്കി റെഡിയായി ചോദ്യത്തിന് റെഡി ആവാം. അരുണിമ, ഡിഫറൻസ് ഓഫ് The difference of sets A and B is in the order of set of elements which belong to A but not belong to B. The difference of set A and B is in the order of sets of element which belongs to A ഒരു എക്സാമ്പിൾ and not belongs to B. ഒരു എക്സാമ്പിൾ For example, A minus B. Let A equal to set. Let A equal to set. This is the 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. B equal to set 2, 4, 6, 8. What is A minus B? A minus B. A minus B. A നോക്കണം. A ന്ന് B ലേക്ക് നോക്കണം. അപ്പോൾ നോക്ക്. A ന്ന് B ലേക്ക് നോക്കുമ്പോൾ ആൻസർ 1, 3 അല്ല set of 1, 3, 5. ഏതാണ് ഉത്തരം? Set of 1, 3, 5. Okay. Set 1, 3, 5. Set 1, 3, 5. ഐഷ ശരി ഉത്തരമാണോ ഇത്? ഐഷ Yes sir. ശരി ഉത്തരമാണെന്നാണ് പറയുന്നത് ഐഷ, അല്ലേ? ശരിക്കും സൂക്ഷിച്ചു നോക്കിയ ഐഷ, ഇത് ശരിയാണോ? Yes sir. ഉറപ്പിച്ചു? ഓക്കെ, ഒരു സംശയമില്ല, ശരി ഉത്തരം തന്നെയാണ്. A minus B ശരി ഉത്തരമാണ് കേട്ടോ. ഓക്കെ, ഗുഡ്. അതിനുശേഷം നമ്മൾ അതിലെ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചു, അതിലെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു. അത് പരീക്ഷയ്ക്കൊന്നും വരില്ല, ചുമ്മാ അറിഞ്ഞിരിക്കാം. ദെൻ അതിനുശേഷം നമ്മൾ കോംപ്ലിമെന്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലെ? കോംപ്ലിമെന്റിനെ കുറിച്ച്. കോംപ്ലിമെന്റ് ഉണ്ടാവുമ്പോ നിർബന്ധമായിട്ടും അവിടെ ആരാണ് വരേണ്ടത്? കോംപ്ലിമെന്റ് ഉണ്ടാവുമ്പോ അവിടെ നിർബന്ധമായിട്ട് ആരാണ് വരേണ്ടത്? അഫ്രീൻ. Yes, sir. ആരാണ് വരേണ്ടത്? കോംപ്ലിമെന്റ് ഉണ്ടാവുമ്പോൾ ആര് വരണം? യൂണിവേഴ്സൽ സെറ്റ് ആണോ? സെറ്റ് ആണോ എന്നല്ല ചോദ്യം, യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ്. സെറ്റ് ആണോ കൺഫ്യൂഷൻ ആവശ്യം. യൂണിവേഴ്സൽ സെറ്റ് തന്നെയാണ് വരേണ്ടത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യം അനഘ പി എസ് റെഡി അല്ലേ മോളെ? അനഘ പി എസ്, എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡാഷ്. എന്തായിരിക്കും അനഘ? First time. ഫസ്റ്റ്. എന്നാണ് ജോയിൻ ചെയ്ത മോളെ? ഇന്നലെ അല്ലെ? എവിടെയാ വീട് മോളുടെ? പുത്തമ്പേലിക്കര അല്ലെ? ഓക്കെ. എവിടെയാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചത്? ഓക്കെ. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഒരു സെറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അങ്ങ് തീർത്തേക്കാണ്. അപ്പൊ മോള് വിഷമിക്കണ്ട, നമുക്ക് റെഡി ആക്കാം കേട്ടാ. അപ്പൊ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് യൂണിവേഴ്സൽ സെറ്റ്. എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. അശ്വന്ത് യെസ് സർ. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. ഓക്കെ. ദെൻ അടുത്ത ആളോട് ചോദിക്കാണ്. ഐഷ റെഡിയാവോ? ഐഷ റെഡിയാവോ? ഐഷ, ആ ഡിമോർഗൻസ് ലോ ഒന്ന് പറഞ്ഞേ. ഞാൻ പറയാൻ 2 ഡിമോർഗൻസ് ലോ ഉണ്ട്, ഒന്ന് പറഞ്ഞു കൊടുത്തേ ഐഷ. A union B complement. A union B complement പറഞ്ഞോ. Equal to A complement intersection B complement. A complement intersection B complement. ശരിയാണ്. അടുത്ത വേറെ ആൾ പറഞ്ഞാൽ മതി, ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. അഭിനവ് ടി വി, ആദിത്യൻ AS, അവന്തിക സുമോദ്. അവന്തിക വീഡിയോ ഓണാക്കാം. അവന്തിക ക്ലാസ്സിന് ഫുൾ ക്ലാസ് എല്ലാ ക്ലാസ്സും ഉണ്ടായതല്ലേ അവന്തിക? ഫുൾ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ മോള് ഇതൊന്ന് പറയാൻ പറ്റുമോ മോൾക്ക്? A intersection B complement equals A complement union B complement. വളരെ ഫേമസ് ആയിട്ടുള്ള ഡിമോർഗൻസ് ലോ എന്ന് പറയുന്ന ഇതാണ് ഇതിൽ വരുന്നത്. ഡിമോർഗൻസ് ലോ എന്നാണ്
പറയുന്നത്. അടുത്തത് ഭദ്ര ദേവിക. ദേവിക എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എന്താണ് ദേവിക? എ കോംപ്ലിമെന്റ് ദേവിക എ ആയി. ശരിയാണ്. എ കോംപ്ലിമെന്റിന്റെ കോംപ്ലിമെന്റ് എ ആണ്. അടുത്ത ഹരിത. ഹരിത ടി സന്തോഷ്. ഹരിതയാണ് പറയുന്നത്. ഹരിത. ഓക്കെ. ഫസ്റ്റ് ക്ലാസ്സിലൊന്നും. ഫസ്റ്റ് ക്ലാസ് ആണോ ഹരിത? ഫസ്റ്റ് ക്ലാസ് ആണോ? ഫസ്റ്റ് ക്ലാസ് അല്ല, ഇതിപ്പോ 2 ക്ലാസ് മുന്നേ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഹരിത. ഇത്താൽ പ്രദീപിന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. ഹസ്ന. ഹസ്ന ഇനി ചോദിക്കാത്ത ആൾക്കാരൊന്ന് റെഡി ആവണം. ഹസ്ന, ജീവൻ ചോദിച്ചു, ജിസ്മി, കൃഷ്ണ, പ്രദീപ്, ലക്ഷ്മി. ഹസ്ന 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 എന്താണ് നമ്പർ ഓഫ് എ യൂണിയൻ ബി എന്താണ് ഹസ്ന? നമ്പർ ഓഫ് എ യൂണിയൻ ബി. ഹസ്ന, നമ്പർ ഓഫ് എ യൂണിയൻ ബി. പറയൂ. നമ്പർ ഓഫ് എ യൂണിയൻ ബി. ഹസ്ന ഉണ്ടായിരുന്നില്ലേ? ക്ലാസ്സിൽ ഉണ്ടായതല്ലേ? പറയൂ. നമ്പർ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എ കോംപ്ലിമെന്റ്. അല്ല, നമ്പർ ഓഫ് എ യൂണിയൻ ബി. ഹസ്ന ഒന്നുകൂടി പഠിച്ചെടുക്കണം കേട്ടാ. ഒന്നുകൂടി പഠിച്ചെടുക്കണം. ഹസ്ന. ലക്ഷ്മി, സന. നമ്പർ ഓഫ് എ യൂണിയൻ ബി. സാർ ഞാൻ ഇന്ന് ജോയിൻ ചെയ്യണേ. ഓക്കെ ഓക്കെ. വസുദേവ്. വസുദേവ്. Yes, sir. Number of A union B equal to? Number of A plus number of B. Number of A plus number of B? Minus number of A intersection B. Very good. Number of A plus number of B minus number of A intersection B. Important. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു. ഓക്കെ. വിവേക്, ഞാൻ ചോദിക്കുന്നതിന് ഒന്നും മറുപടി പറഞ്ഞില്ലല്ലോ വിവേക്. ഇനി നമ്മൾ വിവേക്. ആദിത്യൻ എല്ലാം ഓക്കെ ആണോ? ആദിത്യൻ തുടക്കം മുതൽ ഉണ്ടായിരുന്നല്ലേ ക്ലാസ്സില്? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി ഇതിനകത്ത് ആരെങ്കിലോടും ഞാൻ ചോദിക്കാൻ പേര് വിട്ടുപോയിട്ടുണ്ടോ? ഇത്താൽ പ്രദീപിന്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ലേ? ഇത്താൽ ചോദിച്ചു. ഓക്കെ ഓക്കെ. ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കാം. അതില് എല്ലാവരും ഉത്തരം പറഞ്ഞു. ഇനി മുതൽ ഇങ്ങനെയല്ല. ചോദ്യം ചോദിച്ച് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇമ്പോസിഷൻ ഉണ്ടാവും. പ്രോബ്ലംസ് ഒക്കെ ഒരു 20 ടൈംസ് ഒക്കെ ഇമ്പോസിഷൻ. അപ്പൊ പഠിക്കണം. പഠിച്ചേ പറ്റൂ. എല്ലാവരും പഠിച്ചേ പറ്റൂ. അപ്പൊ എഴുതിക്കോളൂ. അടുത്ത 1-2 കണക്കോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യും. എഴുതിക്കോളൂ. ഡ്രോ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം. പുതിയ കുട്ടികൾ എഴുതണ്ട. Draw appropriate Venn diagram. Draw appropriate Venn diagram for each of the following. Draw appropriate Venn diagram for each of the following. Number 1, A union B complement. A union B complement. A union B complement. A union B complement Venn diagram വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. ആർക്കും ഒന്നും ചെയ്യേണ്ട. യൂസ് യുവർ കോമൺ സെൻസ്. വെൻ ഡയഗ്രാം റെക്ടാംഗിൾ ഷേപ്പിലാണ് വരയ്ക്കാൻ എന്ന് പറഞ്ഞു. റെക്ടാംഗിൾ ഷേപ്പ് എടുത്തു. പിന്നെന്താണ്? യൂണിവേഴ്സൽ സെറ്റ് ഒക്കെ അതിൽ മാർക്ക് ചെയ്യണം. യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവണം. ഇനി എയും ബിയും നമ്മൾ കാണിക്കണം. എയും ബിയും കാണിക്കാണ്. ഇത് എ, ഇത് ബി. എ ബി, ഇത് യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് എ യൂണിയൻ ബി എന്ന് നമുക്കറിയാം. അപ്പൊ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഈ പുറത്ത് ഇവിടെയാണ്. ഇത്രയും ഭാഗമാണ് എ യൂണിയൻ. ഇതാണ് എ യൂണിയൻ ബി. മറ്റേത് എന്താണ്? എ യൂണിയൻ ബി. എയിലെയും ബിയിലെയും എല്ലാ ആളുകളും നമ്മൾ എഴുതുന്നു പറഞ്ഞു അല്ലെ? എയിലെയും ബിയിലെ എല്ലാ ആൾക്കാരും എഴുതുന്നു. ഇതാണ് എ യൂണിയൻ ബി വെൻ ഡയഗ്രത്തിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തത്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ആദ്യം യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇവിടെ റെക്ടാംഗിൾ വരച്ചു. എ ഉണ്ട്, ബി ഉണ്ട്. എ യൂണിയൻ ബി ഇതായിരിക്കും. ഈ സർക്കിൾ ആയിരിക്കും എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ കോംപ്ലിമെന്റ് ചോദിക്കും.
ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചാൽ യൂണിവേഴ്സൽ സെറ്റ് എടുത്തു, നമ്മളിപ്പോ 1 to 10 എടുത്തു. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എ എഴുതി, ബി എഴുതി, അതിനുശേഷം എ യൂണിയൻ ബി എഴുതി, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിലേക്കാണ് നമ്മുടെ കണ്ണുകൾ പോവേണ്ടത് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇതാണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം. ഒന്ന് വരച്ചോളൂ കേട്ടോ, വീഡിയോസ് ഒക്കെ ഓൺ ആക്കാം, ഒന്ന് വരച്ചോളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇതാണെങ്കിൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം സെയിം തന്നെയായിരിക്കും കേട്ടോ. ഇതിന്റെ വെൻ ഡയഗ്രാം സെയിം തന്നെയായിരിക്കും. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും സെയിം തന്നെയായിരിക്കും. സെയിം വെൻ ഡയഗ്രാം ആയിരിക്കും. ഡിമോർഗൻസ് ലോ പ്രകാരം സെയിം വെൻ ഡയഗ്രാം തന്നെ വരും. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ആണ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം എങ്ങനെയാണോ അതിനോട് ഈക്വലന്റ് തന്നെയായിരിക്കും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നത്. ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ഒരു ഹോംവർക്ക് ആണ്, ഒന്ന് ചെയ്ത് നോക്കാം. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കേട്ടോ. ഹോംവർക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഹോംവർക്ക് ആണ്. എ ഇന്റർസെക്ഷൻ ബി ഹോംവർക്ക് എഴുതി. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കാം. അപ്പൊ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുടെ പേരാണ് സെറ്റ്സ്. സെറ്റ്സ് കോൺട്രിബ്യൂഷൻ നൽകിയ മാത്തമാറ്റീഷ്യൻ ജോർജ് കാൻഡർ ആണ്. സെറ്റ് എന്താണെന്ന് പറഞ്ഞു. എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നു. രണ്ട് രീതിയിൽ അതിനെ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നു. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് സെറ്റിനകത്തെ നമ്പേഴ്സിനെ കോമ തിരിച്ച് എഴുതുന്നതിനെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഒരു കോമൺ പ്രോപ്പർട്ടിയുടെ ബേസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റിൽ എഴുതുകയാണ് സെറ്റ് ബിൽഡർ ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സബ്സെറ്റ് പറഞ്ഞു, ഈക്വൽ സെറ്റ് പറഞ്ഞു, ഇക്വാലന്റ് സെറ്റ് പറഞ്ഞു, എംപ്റ്റി സെറ്റ് പറഞ്ഞു. എംപ്റ്റി സെറ്റിന്റെ മറ്റൊരു പേരാണ് നൾ സെറ്റ്, വോയിഡ് സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്. സെറ്റിനകത്ത് ഒറ്റ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനുശേഷം പവർ സെറ്റ് പറഞ്ഞു, ഓപ്പറേഷൻസ്, യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെന്റ് ഒക്കെ സംസാരിച്ചു. അതിനുശേഷം കോംപ്ലിമെന്റിന്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പറയേണ്ടായി. കോംപ്ലിമെന്റ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു. ഡിമോർഗൻസ് ലോ വളരെ വേണ്ടപ്പെട്ട സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത ഡിമോർഗൻസ് ലോ, ആ ഡിമോർഗൻസ് ലോ പറഞ്ഞു. അതിനെ പറ്റിയുള്ള പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും വെൻ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റേഷൻ കൊടുത്തിരുന്നു. വെൻ ഡയഗ്രം കോൺട്രിബ്യൂഷൻ നൽകിയത് ജോൺ ബെൽ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ലൊജീഷ്യൻ ആണെന്ന് നമ്മൾ അവകാശപ്പെട്ടു. അതിനുശേഷം നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലുള്ള വേർഡ് പ്രോബ്ലംസിലേക്ക് പ്രവേശിച്ചു. അവിടെ അഡീഷൻ തിയറം എന്നാണ് പറഞ്ഞത്. നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി പ്ലസ് നമ്പർ ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. Number of A union B equal to number of A plus number of B minus number of A intersection B.